ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാ വന്നേക്കണത്. അന്ന് ഒരു പക്ഷി പറഞ്ഞിട്ടാ. അപ്പോ നമ്മളാരാന്നോ? വിദ്യാൻഷീൻ പറഞ്ഞോ. ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കിടന്ന് വിമ്മിഷ്ടപ്പെടുന്ന പറയാൻ പാടില്ലേ? എപ്പോഴും ഞാൻ പറഞ്ഞ ശരിയാവില്ല. ആയിക്കോട്ടെ, ശരി. കുട്ടി പറഞ്ഞു ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. മൊത്തം വഴലേണ്ട ആവശ്യമില്ല. ഇതിന്റെ കാരണം ഒന്ന് പെട്ടെന്ന് ആയിക്കോളും. അതെ, മൊത്തം വഴലണമെന്നില്ല. അപ്പൊ പകുതി വഴണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം കൂടെ ഇട്ട് കൊടുക്കും. നമ്മളെ അവരേക്കായി, ഈ അവരേക്കായി കുട്ടൻ ഒന്ന് ഇതിന്റെ കൂടെ ഇട്ട് എല്ലാവരായിട്ടും ജോയിന്റ് ആവണം. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിനെ നമ്മൾ കുക്കറിൽ ഇടണം. നമ്മൾ ഇത് തൽക്കാലം വഴറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടിയിൽ ഇട്ടിരിക്കുന്നത്. ഇതപ്പൊ നമ്മള് ഈ ബാക്കിയുള്ള മസാലയൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ച് തന്നെ വെച്ച് വഴറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കി ഇപ്പൊ ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ. ഇനി കഴിക്കാൻ കൂടെ എന്താ ചേരണത്? ഇതിന്റെ കൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കർണാടക വിഭവമാണ് റാഗി മുദ്ദ. പക്ഷെ കൂട്ടുകാരെ, ഞാൻ അതിൽ ഇത്തിരി ഒരു എന്താ പറയാ, കുറച്ച് വൈഭവം കുറവാണ്. ഉണ്ടോ? അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അതുണ്ടാക്കാം. എല്ലാം കൂടെ ഒന്നിച്ചായാലേ ശരിയാവില്ല. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ആക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇനി ഇത് വഴണ്ടി വരുമ്പോൾ നമ്മൾ അരപ്പിടുക. അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മൾ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുക്കറിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മള് ബാക്കിയുള്ള ഇതെല്ലാം വെന്ത് കഴിയുമ്പോൾ പിന്നെ ഈ അരപ്പൊഴിച്ച് ഒന്നുകൂടി ചട്ടിയിൽ വേവിക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് കഴിക്കാം. അതിന്റെ കൂടെ കഴിക്കുന്നതിന് മുമ്പേ ഈ സംഭവം ഇടണം. ഇപ്പൊ പറിച്ചതാണ് കേട്ടോ. ഇപ്പൊ പറിച്ചതാ. ഇവിടെ അങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷ് കിട്ടും. അപ്പൊ വരൂ, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അവരേക്കായി സാമ്പാർ കഴിക്കാം. ആയിട്ടില്ലല്ലോ? ആയിട്ടില്ല. എത്ര നേരം ഇതാക്കണം? ഇതൊരു 15 മിനിറ്റെങ്കിലും വഴങ്ങണം. ആണോ? വഴങ്ങണം എന്നുവെച്ചാ ഈ വലിപ്പം ഉണ്ടല്ലോ അതിന്റെ, വഴണ്ട് ആ ഒരു പകുതി വേവ് ആവുമ്പോ നമ്മൾ കുക്കറിലിട്ട് അതിനെ സാധാരണ വേവ് വേവിക്കും. അപ്പൊ ഈ മസാല അതിൽ പിടിച്ച് ഉള്ള ഒരു അതാണ് അതിന്റെ ടേസ്റ്റ്. മനസ്സിലായോ? എന്താ കൂട്ടുകാരെ, ഇത് അധികം നേരമൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെ വേവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ആയിട്ടുള്ള പരിപ്പായതുകൊണ്ട്. ഉപ്പുണ്ടോന്നൊക്കെ ഇപ്പൊ നോക്കാം. കുഴപ്പമില്ല. വിദ്യ ഭയങ്കര അറേഞ്ച്മെന്റിലൊക്കെ വെച്ചിരിക്കുന്നതല്ല. ഒരു കാക്കയോ കാക്കയോ ഒരു കിളിയോ വല്ലതും വന്നാ എന്റെ കാര്യം പോകാം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ പണ്ടൊരു കിളി, അതെന്തേ പോയോ? ഒരു ചിന്നക്കാക്കിളി കയറി വന്നടോ. ഇതിന്റെ കൂടെ കയറി ഇങ്ങനെ വന്നു. ഇതിന്റെ ഇടയിൽ കൂടെ ഈ അത്ര മതിയില്ല അടയ്ക്കാൻ സ്ഥലം വേണം. അവസാനം അവിടെ പോയി നിന്നു, മറ്റേ ജനലിന്റെ അവിടെ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അത് തുറന്നു കൊടുത്തു. അവസാനം അങ്ങനെ പോയി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അരപ്പിടണ്ടേ? അരപ്പ് ഇനി അവസാനം ഇതിലേക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ടല്ലേ ഇനി അരപ്പ്? ആണോ? എനിക്കറിയില്ല. അങ്ങനെയാണ്. ആണല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇനി നമ്മള് കുക്കറിലേക്ക് വെക്കാൻ പോവാട്ടോ. കുക്കറിലേക്ക് വെക്കാം. അപ്പൊ നമ്മൾ അരപ്പ് ഒന്ന് വഴറ്റി എടുക്കുകയാണ്, പച്ചമണം പോവാന്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ കാണിച്ചല്ലോ, തക്കാളിയും ഉള്ളിയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രേ ഉള്ളൂ. ഇത്തിരി മല്ലിയുടെ ഹൈയിൽ വെച്ചിട്ട് വഴറ്റി, അത് നല്ല വെള്ളം വേഗം പോകുള്ളൂ. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് താത്തിയാൽ മതി. ഫുള്ള് താത്തിട്ടുണ്ടെങ്കിൽ വെള്ളം പറ്റൂല. അതിൽ തന്നെ എന്നിട്ട് ആവിച്ചിരിക്കും. ഇപ്പൊ ഒന്ന് വഴണ്ടു തോന്നുന്നു അല്ലേ? പച്ചമണം പോയോ? പച്ചമണമൊക്കെ പോയി. ഇപ്പൊ ഒന്നും വരുന്നില്ലല്ലോ. നല്ല മണം വരുന്നുണ്ടായിരുന്നല്ലോ. അവരേക്കായുടെ ഒരു എന്താ പറയാ, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമുക്കൊന്ന് തുറന്നാലോ? തുറന്നോ? പക്ഷെ ആയിട്ടില്ലല്ലോ. ആയില്ല, വേണ്ട, തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ വേണ്ട. അത് നമ്മള് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. കുക്കറൊന്നും അവിടെ നല്ല സമയം. ഇത്ര നേരമായില്ലേ ഓഫ് ചെയ്തിട്ട്? ഇത്ര നേരമായില്ലേ? അത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് നമുക്ക് തുറക്കാം.
അങ്ങനെയല്ല, ഗ്യാസ് മേളിലേക്ക് പൊക്കി നോക്ക്, പോണ്ട നോക്ക്. പോയി ഓപ്പൺ ചെയ്യാം. തുറക്കാം. ഞാൻ പറഞ്ഞപ്പോഴാണ് കേട്ടത് കേട്ടോ. കണ്ട എണ്ണ പോയി തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ പച്ചമണം പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ അരപ്പിലേക്ക് നമ്മുടെ സാധനം ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം അല്ലേ? ഇട്ടോ. അമ്മേ, വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കുന്നത്. ഇതില് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഉപ്പും അതൊക്കെ നോക്കേണ്ട സമയമാണ്. കൺസിസ്റ്റന്റ് നമുക്ക് ഒരുപാട് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് മതി. അപ്പൊ സംഭവം ഒരുമാതിരിയൊക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് തിളക്കണ്ടേ? ഇനി തിളക്കണമെന്നില്ല, അധികം ഒന്നും തിളക്കണ്ട. ഒന്ന് എന്തോ സാധനം വെന്തല്ലേ നോക്ക്. എന്തോ വെന്തു. തൊട്ടാ തന്നെ പൊട്ടുന്നുണ്ട്. വെന്തോ? എടോ സൂപ്പറാടോ. ആണോ? നല്ലതാ, അടിപൊളി. എടാ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ചക്കക്കുരുവിന്റെ ആ ടേസ്റ്റ് ആണെന്ന്. സ്വഭാവം കുറച്ചൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കൂടുതൽ തന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടത്. ഇനി നമ്മളോട് ഇനി അത് അവസാനം മിച്ചേക്കണേ. ഇത് കൊറേ ഇടണം അല്ലേ? ഇത് ഇത്ര ഇട്ട് കൊടുക്കണം, എന്നാലേ ഇതിനൊരു സുഖം ഉണ്ടാവും. അതിന് സുഖം ഉണ്ടാവും, നമുക്കല്ല. അപ്പൊ ഇത് തിളച്ചിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പൊ ഓഫ് ചെയ്തോ? ഇത് ഓഫ് ചെയ്തേക്കാം. എന്നുവെച്ചാ ഇതും പിന്നീടും തിളക്കുമല്ലോ. ഇരുന്ന് ഇതാവും. അപ്പൊ ഇത് നന്നായിട്ട് കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. അപ്പൊ ഒരു ടേസ്റ്റ് നോക്കുന്നോ കൂട്ടുകാരി? കണ്ടോ, ഇത് ഓഫ് ചെയ്തിട്ടും കിടന്ന് തിളക്കിയാണത്. കണ്ടോ? സാധനം കഴിക്കാൻ പോവാണ്. തനിക്ക് ഊതി തരുവാളൂ. കുട്ടി കൊള്ളാമോ? അതാണ് അതാ ഞാൻ പറഞ്ഞേ. ഇതിന്റെ കൂടെ റാഗി മുദ്ദയും കൂടി ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ ചപ്പാത്തി, ദോശ, എല്ലാത്തിനും പൊളി. അപ്പൊ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാടോ, വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പൊ കുറച്ച് കറി നമുക്ക് എടുത്തിട്ട് സ്ഥലം വിടാം. ഓക്കെ, അപ്പൊ ബൈ. ഇങ്ങോട്ട് നോക്കടോ. ബൈ.